നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ അതിനാദ്യം സൂര്യനെ പോലെ കത്തിച്ചൊരുക്കുക. ഇന്ത്യയുടെ മഹാനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. ഇന്ന് സൂര്യനെ പോലെ തിളങ്ങുന്ന എല്ലാ നക്ഷത്രങ്ങളും അതിനുവേണ്ടി ഒരിക്കൽ സൂര്യനെ പോലെ കത്തിജ്വലിച്ചവരാണ്. എല്ലാ കഷ്ടപ്പാടുകളുടെയും അവസാനം മാത്രമേ നമുക്ക് വിജയം നേടാനാകൂ. വിജയം എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല, അത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ അവസാന ഭാഗമാണ് വിജയം എന്ന് പറയുന്നത്. പരാജയങ്ങൾ കൂടി മാത്രമേ നമുക്ക് വിജയം നേടാൻ പറ്റൂ. പരാജയങ്ങൾ തളരാതിരിക്കുക, വിജയത്തിന് വേണ്ടി പോരാടുക. നമസ്കാരം, എന്റെ പേര് സുനിൽ ദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടറിനെ പറ്റി പഠിച്ചു. കലണ്ടറിനെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കലണ്ടറിന്റെ തുടക്കമായിട്ട് അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് കലണ്ടറിനകത്ത് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കലണ്ടറിനകത്ത് അടുത്തതായി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സിനകത്ത് മറ്റൊരു പില്ലർ ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സിനകത്ത് ഒന്നുകൂടെ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. എന്താണ് കലണ്ടറിനകത്ത് ഓഡ് ഡേ എന്ന് പറയുന്നത്? ഓഡ് ഡേ അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ എന്ന് പറയും. എന്താണ് ഓഡ് ഡേ? ഓഡ് ഡേ കണ്ടുപിടിക്കുക. ഓഡ് ഡേ കണ്ടുപിടിച്ച് അതിന്റെ കണക്കുകൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ ഓഡ് ഡേ എന്ന് ചോദിച്ചാൽ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റിനകത്ത് ഒന്നാണ് ഓഡ് ഡേ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എല്ലാ ടോപ്പിക്കിനും ഒരു ബേസ് ഉണ്ടല്ലോ, അതുപോലെ കലണ്ടറിന്റെ ഒരു അടിസ്ഥാനമാണ് ഓഡ് ഡേ. ഓഡ് ഡേയും അതുമായിട്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കലണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കലണ്ടറിനെ പറ്റി പഠിച്ചപ്പോൾ കലണ്ടറിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് പഠിക്കേണ്ട കലണ്ടറിന്റെ ബേസ് ആയിട്ടുള്ള മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം, രണ്ടാമതായിട്ട് ഒരു വർഷം കണ്ട അതിവർഷമാണോ അല്ലേ നോക്കാൻ പറ്റുക, ലീപ് ഇയർ കണ്ടെത്തുന്ന രീതി, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെങ്കിൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് കലണ്ടറിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിനകത്ത് ഒന്നായ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ കലണ്ടർ എന്ന ടോപ്പിക് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത്. ഇതാണ് ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ എന്ന് പറയും. എന്താണ് ഓഡ് ഡേയ്സ്? എന്താണ് ഒറ്റ ദിവസങ്ങൾ? നമുക്ക് ഓഡ് ഡേ എന്ന് കൈകാര്യം ചെയ്യാം. ഓഡ് ഡേ എന്ന് പഠിക്കാം. ഓഡ് ഡേയുടെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഓഡ് ഡേ ഇല്ലെങ്കിൽ കലണ്ടർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓഡ് ഡേ ആണ് കലണ്ടറിനകത്തെ ഓരോ കണക്കിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിവസങ്ങൾ കണ്ടുപിടിക്കേണ്ട കണക്കിനകത്തൊക്കെ നമുക്ക് എപ്പോഴും ഓഡ് ഡേയ്സ് വേണം. ഓക്കെ, എന്താണ് ഓഡ് ഡേ? എന്താണ് ഈ ഓഡ് ഡേ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഓഡ് ഡേ ഞാനിന്ന് പറയാം. ഏറ്റവും ലളിതമായിട്ടൊന്ന് പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി ഞാനൊന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പറയട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു 10 ദിവസമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ദിവസങ്ങളുടെ എണ്ണം 10 ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ 10 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്താ ചോദിച്ചേ? നിങ്ങളുടെ കയ്യിൽ എത്ര ദിവസമുണ്ട്? 10 ദിവസമുണ്ട്. ഞാൻ എന്താ ചോദിച്ചേ? ഈ 10 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് എന്നാണ് എന്റെ ചോദ്യം. എന്നിട്ട് നിങ്ങൾ എന്താണ് എനിക്ക് തരേണ്ട മറുപടി എന്ന് വെച്ചാൽ, നിങ്ങൾ പറയണം, സാറേ 10 ദിവസം, ഈ 10 ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ട്? 10 ദിവസത്തിൽ ഒരാഴ്ചയുണ്ട്. ഒരാഴ്ച ഉണ്ടല്ലോ, അത് ഓക്കെയാണ്. 10 ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ ആഴ്ചയില്ലല്ലോ, ഒരാഴ്ചയുണ്ട്. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അത് എത്ര ദിവസം? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. ഈ ഒരാഴ്ച ഉണ്ടല്ലോ, ആ 7 ദിവസം അങ്ങോട്ട് പോയെന്ന് വിചാരിച്ചോ. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു. ആകെ നമ്മുടെ 10 ദിവസമുണ്ട്. ഇപ്പൊ എത്ര ദിവസം പോയി? ഒരാഴ്ച പോയി. ആ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ദിവസമുണ്ട്? 3 ദിവസമുണ്ട്. ആ 3 ദിവസമാണ് ഓഡ് ഡേ. ആ 3 ദിവസമാണ് ഒറ്റ ദിവസം. ഇത്രയുള്ള ഓഡ് ഡേ. മനസ്സിലായോ? എന്താണ് ഓഡ് ഡേ എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയോ? ചെറിയൊരു ധാരണ കിട്ടിയോ? നമ്മൾ എങ്ങനെ ഏറ്റവും ലളിതമായിട്ട് എന്താ പറഞ്ഞു? 10 ദിവസം എത്ര ആഴ്ചയുണ്ട്? ഒരാഴ്ചയുണ്ട്. ആ ഒരാഴ്ച ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസമുണ്ട്? ഒരാഴ്ച 7 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി 3 ദിവസമല്ലേ ഉള്ളേ. ആ 3 ദിവസമാണ് ഓഡ് ഡേ. ഇതാണ് ഓഡ് ഡേ. മീൻസ് ഇത്രയേ ഉള്ളു. നമുക്ക് തന്നിരിക്കും, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഡെഫിനേഷൻ പറയാം, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ആ തന്നിരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ടെന്ന് പറയണം. ആ ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ടെന്ന് പറഞ്ഞ ആ ആഴ്ച പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതാണ് ഓഡ് ഡേ. ആഴ്ചയുടെ എണ്ണം വേണ്ട, ഒരാഴ്ച എന്നുള്ളത് വേണ്ട. ആ ഒരാഴ്ച അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
ബാക്കി എന്താണോ വരുന്നത് ആ ബാക്കി വരുന്ന ആ ബാലൻസ് ആണ് ഓഡ് ഡേ. ഇതാണ് ഓഡ് ഡേ. മനസ്സിലായോ? എത്ര ആഴ്ചയുണ്ട് ആഴ്ച കളയണം. എന്നാൽ ഞാനത് ഒന്നുകൂടെ തെളിച്ച് പറയട്ടെ. ഇപ്പൊ പറഞ്ഞത് ഈ ആഴ്ചകളെ ഞാൻ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളെ കളയാൻ വേണ്ടി, ആഴ്ചകൾ ഒഴിവാക്കാൻ വേണ്ടി ആ തരുന്ന നമ്പറിനെ 7 കൊണ്ട് ഹരിച്ചാ പോരെ. ആ തരുന്ന നമ്പറിനെ 7 കൊണ്ട് ഹരിക്കണം. ആ 7 കൊണ്ട് ഹരിക്കുമ്പോ കിട്ടുന്നൊരു ബാലൻസ് ഇല്ലേ, അതല്ലേ ഓഡ് ഡേ. ഇങ്ങനെ പറഞ്ഞൂടെ 10 ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ടെന്ന് ചോദിച്ചാൽ 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോ 1 കിട്ടി. ഒരാഴ്ച 1 × 7 7 പോയി കഴിഞ്ഞാൽ ബാക്കി വന്ന എത്ര ദിവസം? 3 ദിവസം. അതാണ് ഓഡ് ഡേ. എന്നാ ഞാൻ നിങ്ങളുടെ ഇപ്പൊ അങ്ങ് ചോദിക്കുക, നിങ്ങൾ പെട്ടെന്നൊന്ന് ആലോചിച്ച് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു. ഈ വീഡിയോ കാണുമ്പോൾ പറഞ്ഞങ്ങ് പോണം. ഞാൻ ചോദിക്കുന്ന ഇതാ, 20 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? എന്റെ ചോദ്യം മനസ്സിലായോ? ചോദ്യം ഇതാണ്. ആരാ പറയുന്നത്? 20 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു തരും? കാരണം നിങ്ങൾ ഇങ്ങനെ പറയും, സാറേ 20 ദിവസത്തിൽ 2 ആഴ്ചയുള്ളു. 20 ദിവസത്തിൽ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 7 14 ദിവസമുണ്ട്. ഈ 2 7 14 ദിവസം പോയി കഴിഞ്ഞാൽ സാറേ ബാക്കി വരുന്ന 6 ദിവസം. അതുകൊണ്ട് 20 ദിവസത്തിൽ 6 ഓഡ് ഡേസ് ആണ് സാറേ ഉള്ളതെന്ന് പറഞ്ഞു തരും. അങ്ങനല്ലേ പറഞ്ഞു തരുന്നേ? ഇപ്പൊ ഇത് മനസ്സിലായി, ഇപ്പൊ ഇത് ക്ലിയർ ആയി, ഇത് വ്യക്തമായി. എന്താണ് ഓഡ് ഡേ എന്ന് നമ്മൾ പഠിച്ചു തീർത്തു. ഇനി അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്കില്ല. നോ ഡൗട്ട്സ്, ക്ലിയർ. എന്താണ് ഓഡ് ഡേ എന്ന് പഠിച്ചു. എന്താ ഓഡ് ഡേ? എത്ര ആഴ്ചയുണ്ടോ ആഴ്ച കളയും. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ ആഴ്ച കളയുക എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കും. ആ തരുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ബാക്കിയാണ്, ബാലൻസ് ആണ് ഓഡ് ഡേ. ക്ലിയർ? ഓക്കെ ആണ്? എന്നാ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുക. നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞു തരും. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെ, 50 ദിവസത്തിൽ എത്ര ഓഡ് ഡേ എന്ന് ഞാൻ ഒരാളടുത്ത് ചോദിച്ചു. എന്നാലും അയാൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും, സാറേ ഓഡ് ഡേ കാണാൻ വേണ്ടി ഇതിനകത്ത് എത്ര ആഴ്ചയുണ്ടെന്ന് നോക്കണം. ആഴ്ചകൾ നോക്കുക എന്ന് പറഞ്ഞാൽ സാറേ അതിനെ 7 കൊണ്ട് ഹരിക്കണം. ഇങ്ങനെ പറഞ്ഞു തരും. ഓഡ് ഡേ കിട്ടാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കണം. ഓക്കെ. എന്നാൽ 50 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചാ ഇങ്ങനെ പറയും, 50നെ 7 കൊണ്ട് ഹരിച്ചപ്പം 50 7 7 തവണ. 7 തവണ എന്ന് പറഞ്ഞാൽ 7 × 7 = 49 പോയി കഴിഞ്ഞാൽ 49 ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 7 വേണ്ട, 7 7 49 വേണ്ട. ആ 7 7 49 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 1. ഇതാണ് ഓഡ് ഡേ. ഇവിടുത്തെ ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 1 ദിവസമാണ്. ഇവിടുത്തെ ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 1 ദിവസമാണ്. ക്ലിയർ ആയി? ഓഡ് ഡേ ഓക്കെയാണ്. ഓഡ് ഡേ വ്യക്തമായി. ഇത്രയുള്ള ഓഡ് ഡേ. പറ, എങ്ങനെ ഓഡ് ഡേ കിട്ടിയ? ആ തന്ന നമ്പറിനെ ഓഡ് ഡേ കിട്ടാൻ വേണ്ടി, ആഴ്ച കളയാൻ വേണ്ടി എത്ര കൊണ്ട് ഹരിച്ച്? 7 കൊണ്ട് ഹരിച്ച്. ആ 7 കൊണ്ട് ഹരിച്ചപ്പോ കിട്ടിയ റിമൈൻഡർ ആണ്, ശിഷ്ടമാണ് ഓഡ് ഡേ. റിമൈൻഡർ ആണ്, ബാലൻസ് ആണ് ഓഡ് ഡേ. ബാലൻസ് എത്ര? 1. സോ ഓഡ് ഡേസ് 1 ആണ്. എത്ര ഓഡ് ഡേ ഉണ്ട് 50 ദിവസത്തിൽ? 1 ഓഡ് ഡേ. എന്നാ ഞാൻ ഒരു കുട്ടിയെടുത്ത്, ഒരു പയ്യന്റെ അടുത്ത് ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുക, മോനെ നിനക്ക് സാധാരണ വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് അറിയാവോ? ഞാൻ ഇങ്ങനെ അവന്റെ അടുത്ത് ചോദിച്ചേ, മോനെ നിനക്ക് സാധാരണ വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചോ? അന്നേരം അവൻ എനിക്ക് തരുന്ന മറുപടി ഇതാ. അവൻ ഇങ്ങനെ പറഞ്ഞു തരും, സാറേ സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവിടെ 365 ദിവസമുണ്ട്. കാരണം ഞാൻ ലീപ് ഇയർ ഒക്കെ പഠിച്ചത്. സാധാരണ വർഷത്തിൽ 365 ദിവസമാണെന്നും ലീപ് ഇയറിൽ 366 ദിവസമാണെന്ന് അയാൾക്ക് അറിയാം. അയാൾ പറഞ്ഞു, സാറേ സാധാരണ വർഷത്തിൽ 365 ദിവസമുണ്ട്. സാർ ഓഡ് ഡേ ചോദിച്ചുകൊണ്ട് ഞാൻ ആ 365-നകത്ത് ഓഡ് ഡേസ് കിട്ടാൻ വേണ്ടി ഞാൻ അതിനെ 7 കൊണ്ട് ഹരിക്കും. ഇങ്ങനെ എഴുതും, 365 ÷ 7 എന്ന് എഴുതും. അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, 36-നകത്ത് 7 എത്ര തവണ? ഞാൻ 7 കൊണ്ട് ഹരിച്ചു പറയും. 36-നകത്ത് 7 ആണെങ്കിൽ 5 തവണ. 5 തവണ എന്ന് പറഞ്ഞാൽ 5 × 7 35 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 അല്ലേ? 1 ആണ്. ഇനി ഒരു 5 ഉണ്ട്. ആ 5 താപ്പോട്ട് വന്ന് 15 ആയി. 15-നകത്ത് 7 ആണെങ്കിൽ 2 തവണ. 2 7 14 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര? 1 ആണ്. ബാലൻസ് 1 കിട്ടിയപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. അയാൾ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തരും. ഇങ്ങനെയാണ് സാറേ 365-നെ 7 കൊണ്ട് ഹരിച്ചപ്പം എനിക്ക് കിട്ടിയ റിമൈൻഡർ 1. അതുകൊണ്ട് ഒരു സാധാരണ വർഷത്തിലെ ഓഡ് ഡേഴ്സിന്റെ എണ്ണം 1 ആയിരിക്കും എന്ന് പറഞ്ഞു തരും. ശരിയല്ലേ അയാൾ പറഞ്ഞു തന്നെ? സാധാരണ വർഷത്തിലെ ഓഡ് ഡേഴ്സിന്റെ എണ്ണം 1. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് അവിടെ ഇരിക്കുന്ന മറ്റൊരു കുട്ടിയെടുത്ത് ഞാൻ ചോദിച്ചു, മോളെ സാധാരണ വർഷത്തിൽ ഓഡ് ഡേഴ്സിന്റെ എണ്ണം 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മോൾ 1 പറഞ്ഞു തരുമോ?
ഒരു ആദ്യ വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ഒരു ആദ്യ വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് പറഞ്ഞു തരുമോ? അന്നേരം പറയും, സാറേ എനിക്ക് വേണമെങ്കിൽ ഇത് ഹരിച്ചൊക്കെ പറയാം, ഹരിച്ച് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഹരിച്ച് പറഞ്ഞു തരുന്നത് എങ്ങനെ? 365-നെ 7 കൊണ്ട് ഹരിച്ചപ്പം ഓഡ് ഡേ കിട്ടിയെങ്കിൽ എനിക്കറിയാം ആദ്യ വർഷത്തിൽ 366 ആകുമ്പോൾ 366 7 കൊണ്ട് ഹരിച്ചാൽ പോരെ. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷെ സാറേ ഞാനിങ്ങനെ ചെയ്യാതെ പറയും. കാരണം 365-നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ 1 കിട്ടിയേ. അങ്ങനെയാണെങ്കിൽ 366-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 2 കിട്ടണം. 2 കിട്ടണ്ടേ? സാറേ 365-നെ 7 കൊണ്ട് ഹരിച്ചപ്പം റിമൈൻഡർ 1 കിട്ടിയത് കൊണ്ട് 366-നെ ഒന്നുകൂടെ കൂട്ടുമ്പം അതിന് 7 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 2 കിട്ടും. 366-നെ 7 കൊണ്ട് ഹരിച്ചു നോക്കിയാ 36-നകത്ത് 7 ആണെങ്കിൽ 5 7 35 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1, 6 താഴേക്ക് 16. 16-നെ 7 കൊണ്ട് ഹരിച്ച 2 7 14, ബാലൻസ് 2. സോ ഓഡ് ഡേസ് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ ആയി? ഇപ്പൊ മനസ്സിലായി എന്താണ് ഓഡ് ഡേ എന്ന് പറഞ്ഞ കണ്ടന്റ് ഇവിടെ കഴിഞ്ഞു. ഓഡ് ഡേ നിങ്ങൾക്ക് ക്ലിയർ ആയി. എങ്ങനെ ഓഡ് ഡേ കിട്ടിയേ? ഓഡ് ഡേ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തേ? ഓഡ് ഡേ കിട്ടാൻ വേണ്ടി കിട്ടുന്ന നമ്പറിനെ 7 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന റിമൈൻഡർ ആണ്, തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് ഓഡ് ഡേ. സോ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം, തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ആണ്, ബാലൻസ് ആണ്, ശിഷ്ടമാണ് ഓഡ് ഡേ. തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് ഓഡ് ഡേ. ഓഡ് ഡേ കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെ നമ്മൾ ഒരു കാര്യൂടെ ചേർത്ത് പഠിക്കുക. സോ ഒരു സാധാരണ വർഷം 365-നെ 7 കൊണ്ട് ഹരിച്ചപ്പോ റിമൈൻഡർ 1 കിട്ടി. 366-നെ 7 കൊണ്ട് ഹരിച്ചപ്പോ റിമൈൻഡർ 2 കിട്ടി. അതുകൊണ്ട് ഇതുകൂടെ നമ്മളങ്ങ് പഠിക്കും. ഒരു സാധാരണ വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആണ്. അതിവർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആണ്. കഴിഞ്ഞു. ഇത് പഠിച്ചു കഴിഞ്ഞു. ഇത് ഓക്കെ ആയി? ക്ലിയർ ആയി? പറ. സാധാരണ വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 365-നെ 7 കൊണ്ട് ഹരിച്ച 1-ഉം, അതിവർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 366-നെ 7 കൊണ്ട് ഹരിച്ച 2. എങ്ങനെ പറയും? സാധാരണ വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആണ്, അതിവർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2. എന്നാ ഇനി ഓഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ പോവുക. നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് മറുപടി തരണം. ഓക്കെ ആണല്ലോ? അപ്പം ഓഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ ചോദ്യം ഇതാ ഞാനിവിടെ മാസങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ 12 മാസങ്ങളുടെ പേര് ഞാനിവിടെ എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഇതാ, ഈ 12 മാസത്തിലും എത്ര ഓഡ് ഡേസ് വെച്ചുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 12 മാസത്തിലും എത്ര ഓഡ് ഡേ വെച്ച് ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട എങ്ങനെ? ഓരോ മാസവും പറയും. ആദ്യത്തെ മാസം ജനുവരിയാണ്. ആദ്യത്തെ മാസം ജനുവരി. എന്നാൽ ഇങ്ങനെ പറയും, ജനുവരിയില് ദിവസങ്ങളുടെ എണ്ണം 31 ആണ്. ജനുവരിയിലെ ദിവസങ്ങളുടെ എണ്ണം 31. നമുക്ക് ആദ്യം ദിവസം എഴുതി വെക്കാം, പിന്നെ ഓട്ടയിലേക്ക് വരാം. ഫെബ്രുവരി ദിവസങ്ങളുടെ എണ്ണം 28 വരാം, 29 വരാം. ലീപ് ഇയർ ആകുമ്പോൾ 29 വരാം, അല്ലെങ്കിൽ 28. ദിവസങ്ങളുടെ എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകും. മാർച്ച് 31, ഏപ്രിൽ 30. നമ്മളിങ്ങനെ കൈയെടുത്ത് ചുരുട്ടി വെച്ച് കൂട്ടിയില്ലേ, അങ്ങനെ പറയും. അടുത്ത മെയ് ആണെങ്കിൽ 31, ജൂൺ ആണെങ്കിൽ 30, കൂടിയും കുറഞ്ഞും വരും. ജൂലൈ ആണെങ്കിൽ 31. അവിടെ വെച്ച് നമ്മൾ പറയും അടുപ്പിച്ച് 31 വരുന്നത് ഏതൊക്കെയാ? ജൂലൈയും ഓഗസ്റ്റും. ജൂലൈ ഓഗസ്റ്റും അടുപ്പിച്ച് 31. അടുത്ത സെപ്റ്റംബർ ആണെങ്കിൽ 30, ഒക്ടോബർ ആണെങ്കിൽ 31, നവംബർ ആണെങ്കിൽ 30, ഡിസംബർ ആണെങ്കിൽ 31. മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെയാണ്. എന്നാ ഞാൻ ആദ്യം ചോദിക്കുക, ജനുവരി എത്ര ഓഡ് ഡേ ഉണ്ട്? ഞാൻ ഇതാ ചോദിച്ച ജനുവരിയിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? ജനുവരിയിലുള്ള ദിവസങ്ങളുടെ എണ്ണം 31 ആണ്. ആ 31-നെ 7 കൊണ്ട് ഹരിച്ച 31-നകത്ത് 7 4 തവണയാണ്. 4 തവണയാകുമ്പോൾ 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി 3 ആണ്. സോ ജനുവരിയിലെ ഓർഡേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. അത് പഠിക്കണം. ജനുവരിയിൽ ഓർഡേഴ്സിന്റെ എണ്ണം 3. 31-നെ 7 കൊണ്ട് ഹരിച്ച കാണാൻ പഠിച്ചൊന്നും വെക്കണ്ട, ഇങ്ങനെ ചെയ്യുന്ന രീതി പഠിച്ചാൽ മതി. ജനുവരി 31 ദിവസമുണ്ട്, അതിൽ നിന്ന് 7 കൊണ്ട് ഹരിച്ച 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3 ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പറയാം, ഫെബ്രുവരിയിൽ എത്ര ഓർഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 28 ആണെങ്കിൽ 28-നെ 7 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 0. മീൻസ് 28 ആണെങ്കിൽ ഓർഡർ 0 ആയിരിക്കും. എന്നാൽ പിന്നെ ഒന്നുകൂടെ പറയണം, 29 എത്ര? 28-നെ 7 കൊണ്ട് ഹരിച്ചപ്പോ 0 ആണെങ്കിൽ അവിടെ വെച്ച് പറയാം. നമുക്ക് ചെയ്ത് നോക്കാം. 29-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 ആണ്. സോ
29 ആണെങ്കിൽ 1 വരാം. എന്ന് വെച്ചാൽ ഫെബ്രുവരി സാധാരണ വർഷത്തിലാണ് വരുന്നതെങ്കിൽ 28 ദിവസം, അതുകൊണ്ട് ഓഡ് ഡേ 0 ആയിരിക്കും. ലീപ് ഇയർ ആണെങ്കിൽ 29 ദിവസം, അതുകൊണ്ട് ഓഡ് ഡേ 1 ആയിരിക്കും. ക്ലിയർ ആണേ? എന്നാ പറഞ്ഞതാ മാർച്ചിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പറയും? നമ്മൾ ഇവിടെ ചെയ്തു. മാർച്ചിൽ എത്ര ദിവസം? 31 ദിവസം. ഓഡ് ഡേഴ്സ് 7 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3. എന്നാ പറഞ്ഞു ഞാൻ ഏപ്രിൽ എത്ര ദിവസം? 30 ദിവസം. പറ. ഏപ്രിൽ 30 ആകുമ്പോ 30നെ 7 കൊണ്ട് ഹരിച്ച 30നകത്ത് 7 4, 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 2. സോ ഓർഡേഴ്സിന്റെ എണ്ണം 2. ക്ലിയർ? ഇനി നമുക്ക് പറയാം 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോ റിമൈൻഡർ 3 ആണ്. 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോ റിമൈൻഡർ 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം 31 ആണെങ്കിൽ 7 കൊണ്ട് ഹരിച്ച 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3. 30 ആണെങ്കിൽ 7 കൊണ്ട് ഹരിച്ച 4 7 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 2. സോ 31 ആണെങ്കിൽ 3, 31 ആണെങ്കിൽ 3, 30 ആണെങ്കിൽ 2, 31 ആണെങ്കിൽ 3, 30 ആണെങ്കിൽ 2, 31 ആണെങ്കിൽ 3. ഇതാണ് ഓഡ് ഡേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താണ് ഓഡ് ഡേയ്സ് എന്നുള്ളത് പഠിച്ചു. ഇനി ഞാൻ എല്ലാ കണക്കുകളും നമ്മൾ മുന്നോട്ട് കണക്ക് ഇനി പഠിച്ചു വരുമ്പോൾ, കലണ്ടർ പഠിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ജനുവരി എത്ര ഓഡ് ഡേ ഉണ്ട്, മാർച്ചിൽ എത്ര ഓഡ് ഡേ ഉണ്ട്, ഒക്ടോബറിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. മാർച്ച് 31 ദിവസം ഉണ്ട്, അതുകൊണ്ട് ഓഡ് ഡേഴ്സിന്റെ എണ്ണം 7 കൊണ്ട് ഹരിച്ചാൽ ബാലൻസ് 3 ആയിരിക്കും. ഫെബ്രുവരി എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. ഫെബ്രുവരി 28 ആണെങ്കിൽ 4 7 28 പോയി കഴിഞ്ഞാൽ 0 ആയിരിക്കും. 29 ആണെങ്കിൽ 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 ആയിരിക്കും എന്ന് പറഞ്ഞു തരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് തീർക്കുകയാണ്. ഓഡ് ഡേ എല്ലാവർക്കും ക്ലിയർ ആയി, ഓഡ് ഡേ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓക്കെയാണ്. കണക്കുകൾ നമ്മൾ പിന്നീട് ചെയ്യും. അത് ടൈപ്സ് എഴുതി കണക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കണക്കുകൾ നമ്മൾ വീണ്ടും പറയും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആക്കുക. മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഓക്കെയാണ്, ക്ലിയർ ആയി. ഓക്കെ. എന്നാ നമുക്കിനി കലണ്ടറിനകത്ത് അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഒരു 3-4 പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കലണ്ടറിന്റെ കണക്കിലേക്ക് പോകാൻ പറ്റും. ഇതുകൂടെ നമ്മളങ്ങ് പഠിക്കണം. ഇനി ഞാൻ ഈ പറയുന്ന ഒരു 4 പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതണം. ആദ്യത്തെ ഒരു നോട്ടായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതണം. നമ്മളൊരു 4 നോട്ട് എഴുതും. ആ 4 നോട്ട് എഴുതിയിട്ടേ നമ്മളിനി കണക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ? നിങ്ങൾ എന്റെ കൂടെ വരണം. നിങ്ങളൊരു 4 നോട്ട് എഴുതണം. ആ 4 നോട്ട് എഴുതിയിട്ടേ കണക്കുകൾ നമ്മൾ ചെയ്യും. ഓക്കെ ആണ്? എന്നാ നിങ്ങളുടെ ആദ്യത്തെ നോട്ട് ഇതാണ്. ഇതാ ഇങ്ങനെ എഴുതി വെക്കണം. തുല്യമായ മാസങ്ങളെന്ന് എഴുതി വെച്ചിട്ട് എല്ലാ വർഷത്തിലെയും, അതിപ്പം അതിവർഷമായാലും ശരി സാധാരണ വർഷമായാലും ശരി, എല്ലാ വർഷത്തിലും ഈ മാസങ്ങളിലെ ദിവസങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഈ മാസങ്ങളിലെ ദിവസങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇതാണ് മാർച്ചും നവംബറും തുല്യമായിരിക്കും. ഏപ്രിലും ജൂലൈയും തുല്യമായിരിക്കും. സെപ്റ്റംബറും ഡിസംബറും തുല്യമായിരിക്കും. തുല്യമായിട്ടുള്ള മാസങ്ങൾ എല്ലാ വർഷത്തിലും, അത് സാധാരണ വർഷത്തിലായാലും ശരി അതിവർഷത്തിലായാലും ശരി, ഈ മാസങ്ങൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. എല്ലാ വർഷത്തിലെയും മാർച്ചും നവംബർ എപ്പോഴും സെയിം ആയിരിക്കും. എല്ലാ വർഷത്തിലെയും ഏപ്രിലും ജൂലൈ എപ്പോഴും സെയിം ആയിരിക്കും. എല്ലാ വർഷത്തിലെയും സെപ്റ്റംബറും ഡിസംബറും എപ്പോഴും സെയിം ആയിരിക്കും. ഈ മാസങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. തുല്യമായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദാണ്ട് ഇവിടെ ഒരു 3 എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്. ഈ 3 എക്സാമ്പിളിന്റെ ഉത്തരം എഴുതി നിങ്ങളത് ക്ലിയർ ആക്കും. നമുക്കറിയാം എല്ലാ വർഷത്തിലെയും മാർച്ചിലെ കലണ്ടറിലും നവംബറിലെ കലണ്ടറും ഒന്ന് തന്നെയാണ്. പറ ഏതൊക്കെ തുല്യം? മാർച്ച് നവംബർ. 2 പറ ഏതൊക്കെ തുല്യം? ഏപ്രിൽ ജൂലൈ. ഓക്കെ. 3 പറ ഏതൊക്കെ തുല്യം? സെപ്റ്റംബർ ഡിസംബർ. ക്ലിയർ ആണ്? എന്നാ എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ വായിച്ച് ഉത്തരം അങ്ങ് എഴുതും. ഓക്കെ. എന്താ എന്റെ ചോദ്യം? 2025 മാർച്ച് 25 തിങ്കളാണ് ആണെങ്കിൽ 2025 നവംബർ 25 ചോദിച്ചേ എന്തോ തന്നെ മാർച്ച് 25 തിങ്കളാ. ശരി. ചോദ്യം ചോദിച്ചേ എന്താ? വർഷം അത് തന്നെ, സെയിം വർഷം. അതേ വർഷത്തിലെ നവംബർ 25 ചോദിച്ചേ ഓക്കെ, നമ്മൾ എന്ത് പറയും? മാർച്ചും നവംബറും തുല്യമാണ്. ആണേ? അങ്ങനെയാണെങ്കിൽ പറ മാർച്ച് 25 തിങ്കളാണെങ്കിൽ നവംബർ 25 അതേ ദിവസം. മാർച്ച് 25 തിങ്കളാണെങ്കിൽ മാർച്ചിന് തുല്യമായിട്ട് വരുന്നതല്ലേ നവംബർ. സോ നമുക്ക് ഇങ്ങനെ പറയാം, മാർച്ച് 25 തിങ്കളാണെങ്കിൽ
നവംബർ 25 എന്ത് തന്നെ ആയിരിക്കണം? തിങ്കളായിരിക്കണം. റീസൺ, മാർച്ചും നവംബറും ഒരേപോലെ വരുന്ന മാസങ്ങളാണ്, തീയതികൾ മാറാത്ത മാസങ്ങളാണ്. അതുകൊണ്ട് മാർച്ച് 25 തിങ്കളാണെങ്കിൽ നവംബർ 25 തിങ്കൾ തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണ്, വ്യക്തമായി. എന്നാ ഇതൂടെ പറ, ഏതൊക്കെയാ ചോദിച്ചേ? ഏപ്രിലും ജൂലൈ. വർഷം നോക്കിക്കോ, വർഷം ഏതാ? 2024 2024 ചോദിച്ചേ. സെയിം ഇയർ ആണ്, അത് ലീപ്പ് ഇയർ ആണ്. ഏത് വർഷം ആയിക്കോട്ടെ, സാധാരണ വർഷമായാലും എന്ത്, ലീപ്പ് ഇയർ ആയാലും എന്ത്, നമ്മളെല്ലാം ചെയ്യും. പറഞ്ഞേ, ഏപ്രിൽ 10 വെള്ളിയാണെങ്കിൽ ജൂലൈ 10 അല്ലേ ചോദിച്ചേ? നിങ്ങൾ പറയും ഏപ്രിലും ജൂലൈയും സെയിം ആയതുകൊണ്ട് ഏപ്രിൽ 10 വെള്ളിയാണെങ്കിൽ ജൂലൈ 10 എന്ന് പറഞ്ഞാലും ജൂലൈ 10 എന്ന് പറഞ്ഞാൽ ഏത് ദിവസം തന്നെയാണ്? വെള്ളി തന്നെയാണ്. ഏപ്രിൽ 10 വെള്ളിയാണെങ്കിൽ ഏപ്രിലിന് തുല്യമാണ് ജൂലൈ. അതുകൊണ്ട് ഏപ്രിൽ 10 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂലൈ 10ഉം വെള്ളിയാഴ്ചയാണെന്ന് പറയും. എന്നാ പിന്നെ ഈ ഉത്തരം എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തുവാ ചോദ്യം? 2023 സെപ്റ്റംബർ 5 ഞായറാഴ്ചയായാൽ 2023 ഡിസംബർ 5 ചോദിച്ച ഇങ്ങനെ പറയണം. ഏതൊക്കെയാ തുല്യം? സെപ്റ്റംബറും ഡിസംബറും. സെപ്റ്റംബറും ഡിസംബറും എങ്ങനെ പറയും? സെപ്റ്റംബർ 5 ഞായറാഴ്ചയാണെങ്കിൽ ഡിസംബർ 5 തുല്യമാണെങ്കിൽ നമുക്ക് എന്തറിയാം? സെപ്റ്റംബറും ഡിസംബറും തുല്യമാണെന്ന് അറിയാം. സോ സെപ്റ്റംബർ 5 ഞായറാഴ്ച ആയതുകൊണ്ട് ഡിസംബർ 5ഉം ഏത് തന്നെയായിരിക്കും? ഞായറാഴ്ച. മാർച്ചിലെ തിങ്കളാണെന്നുണ്ടെങ്കിൽ നവംബറിലും തിങ്കള്, ഏപ്രിൽ വെള്ളിയാണെന്നുണ്ടെങ്കിൽ ജൂലൈയിലും വെള്ളി. ഇവിടെ സെപ്റ്റംബർ 5ഉം ഡിസംബർ 5ഉം എല്ലാം സെയിം ആണ്, അത് ഞായർ തന്നെയാണ്. ക്ലിയർ ആയോ? ഇത് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ഇതങ്ങ് പഠിക്കണം. ചിലപ്പം ഈ മാസങ്ങൾ വെച്ചങ്ങ് ചോദിക്കും. തുല്യമായിട്ടുള്ള മാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു കണക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ച് ഉറപ്പിക്കുകയാണ്, തീർക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് നോട്ട് കഴിഞ്ഞു. എന്താ നോട്ട്? തുല്യമായിട്ടുള്ള മാസങ്ങൾ ഏതൊക്കെ? മാർച്ച് നവംബർ പഠിക്കേ. മാർച്ച് നവംബർ 2, ഏപ്രിൽ ജൂലൈ, ഏപ്രിൽ ജൂലൈ 3, സെപ്റ്റംബർ ഡിസംബർ. കഴിഞ്ഞു. പറ, മാർച്ച് നവംബർ, ഏപ്രിൽ ജൂലൈ, സെപ്റ്റംബർ ഡിസംബർ തുല്യമായിട്ട് വരുന്ന മാസങ്ങൾ കഴിഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ അടുത്ത നോട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ നോട്ട് 2ലേക്ക് പോവുകയാണ്. നോട്ട് 2ഉം നോട്ട് 3യും പറയുകയാണ്. ഇത് രണ്ടാണ്. ഇതാണ് നമ്മുടെ നോട്ട് 2, ഇതാണ് നമ്മുടെ നോട്ട് 3. എന്ന് വെച്ചാൽ നമ്മൾ കലണ്ടറിൽ പഠിക്കേണ്ട അടുത്ത 2 പോയിന്റ്സ്. ഈ 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചു തീർക്കുകയാണ്. വായിക്കുക. എന്താ പറഞ്ഞ്? ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31. മീൻസ് എന്താ പറഞ്ഞ്? ഒരു സാധാരണ വർഷത്തില് ജനുവരി 1 തുല്യമാണ് ഏതിന്? ഡിസംബർ 31. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തരുന്ന വർഷം, തന്നിരിക്കുന്ന വർഷം ഒരു സാധാരണ വർഷമാണോ? ആണെങ്കിൽ ആ വർഷത്തില് ഏതൊക്കെ ദിവസം തുല്യമായിരിക്കും? ജനുവരി 1ഉം ഡിസംബർ 31ഉം തുല്യമായിരിക്കും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ഓക്കെ ആണ്? നമ്മൾ ഇങ്ങനെ പഠിക്കും. ഒരു സാധാരണ വർഷത്തിലെ ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും സെയിം ആണ്. ഒരു സാധാരണ വർഷത്തിലെ ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും സെയിം ആണ്. ആരൊക്കെ തുല്യം? ഒരു സാധാരണ വർഷത്തിലെ ഫസ്റ്റ് ഡേ ജനുവരി 1, ഒരു സാധാരണ വർഷത്തിലെ ലാസ്റ്റ് ഡേ ഡിസംബർ 31. കഴിഞ്ഞു. ഏതൊക്കെയാ തുല്യം? ഒരു സാധാരണ വർഷത്തിലെ ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും തുല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സാധാരണ വർഷത്തിലെ ജനുവരി 1ഉം ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഡിസംബർ 31ഉം തുല്യമാണെങ്കിൽ അടുത്ത നമുക്ക് പഠിക്കേണ്ടത് അതിവർഷമാകുമ്പോ എന്തായാലും ഇങ്ങനെ ആയിരിക്കില്ല, ഒരു മാറ്റം വരും. ശരിയല്ലേ? എന്നാ ആ മാറ്റം എന്താന്ന് വേണം. എന്നാ പറ, എന്താ മാറ്റം? അതിവർഷത്തിൽ അങ്ങനെ അല്ല വരണ്ടേ. സാധാരണ വർഷത്തിൽ ജനുവരി 1ഉം ഡിസംബർ 31ഉമാണ് തുല്യമെങ്കിൽ നിങ്ങൾ പറയും അതിവർഷത്തിൽ തുല്യം ഏതൊക്കെയാണ്? ജനുവരി 1 തുല്യം തൊട്ട് തലേന്നാണ്. തൊട്ട് തലേന്ന് പറഞ്ഞാൽ ഡിസംബർ 31 ഡിസംബർ 30 ഡിസംബർ 30. ഇതങ്ങ് പഠിക്കണം, ഇതങ്ങ് ഉറപ്പിക്കണം. ഏതൊക്കെയാണ്, ഏതൊക്കെ ദിവസങ്ങളാണ് തുല്യം എന്ന് ഉറപ്പിക്കണം. പറഞ്ഞ് എനിക്കൊന്ന് പറ, ഏതൊക്കെയാ തുല്യം എന്നൊന്ന് പറഞ്ഞു തന്നെ. ഏതൊക്കെയാ തുല്യം? സാധാരണ വർഷമാണെങ്കിൽ ഏതൊക്കെയാ തുല്യം? സാധാരണ വർഷമാണെങ്കിൽ തുല്യം ഏതൊക്കെയാ? ജനുവരി 1ഉം ഡിസംബർ 31. ഫസ്റ്റും ലാസ്റ്റും ഒന്ന് പഠിച്ചാൽ മതി. ഫസ്റ്റും ലാസ്റ്റും സാധാരണ വർഷമാണോ? ഫസ്റ്റും ലാസ്റ്റും തുല്യമോ? ഏതൊക്കെയാ? ജനുവരി 1 ഡിസംബർ 31. എന്നാ പിന്നെ ലീപ്പ് ഇയർ അങ്ങനെ വരല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, വരരുത്. എങ്ങനെ വരണം? ലീപ്പ് ഇയർ ആകുമ്പോൾ ഏതൊക്കെ തുല്യം? ജനുവരി 1ഉം ഡിസംബർ 30. ക്ലിയർ ആയി? സാധാരണ വർഷമാണെങ്കിൽ തുല്യം ഏതൊക്കെ? ജനുവരി 1ഉം ഡിസംബർ 31.
ലീപ് ഇയർ ആകുമ്പോൾ തുല്യം ഏതൊക്കെയാ? ജനുവരി 1 ഡിസംബർ 30. പറഞ്ഞേ, സാധാരണ വർഷമാണെങ്കിൽ തുല്യം ഏതൊക്കെയാ? ജനുവരി 1 ഡിസംബർ 31. ലീപ് ഇയർ ആണെങ്കിൽ തുല്യം ഏതൊക്കെയാ? ജനുവരി 1 ഡിസംബർ 30. എന്നാ ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഇതാ 2025 എന്ന് പറഞ്ഞ സാധാരണ വർഷമാണ്. ഞാൻ ചോദിക്കുന്ന ഇതാ 2025 ജനുവരി 1 എന്ന് പറഞ്ഞ തിങ്കളാഴ്ചയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് 2025 ഡിസംബർ മാസം 31 ഏത് ദിവസം എന്ന് ഞാൻ ചോദിച്ചു. ഒന്ന് പറഞ്ഞേ. എന്റെ ചോദ്യം ഇതാ 2025 എന്റെ ചോദ്യം ഇതാ 2025 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2025 ഡിസംബർ 31 ഏത് ദിവസവും നല്ലേ ഞാൻ ചോദിച്ചേ. എന്നിട്ട് നിങ്ങൾ എന്തു പറയും? നിങ്ങൾ ആദ്യം നോക്കും ഈ വർഷമേതാ? 2025. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താ? ഇത് സാധാരണ വർഷമാണോ ലീപ് ഇയർ ആണോ? പറ. ലീപ് ഇയർ നമ്മൾ പഠിച്ചു. എങ്ങനെ ലീപ് ഇയർ നോക്കുന്നേ? ലീപ് ഇയർ നോക്കുന്ന ഒരാൾ എങ്ങനെ ആലോചിക്കും? 2025 എന്ന് പറഞ്ഞ അവസാനത്തെ രണ്ടക്കം 25. ആ 25 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 6 × 4 24. 24 കഴിഞ്ഞാൽ പിന്നെ 7 × 4 28. 24 കഴിഞ്ഞ അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 28 വരുന്നത് കൊണ്ട് 25 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പിന്നെ ഇത് ലീപ് ഇയർ അല്ല. ശരിയാണ്. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പിന്നെ ഇത് ലീപ് ഇയർ അല്ലല്ലോ. ഒരു കാര്യം ഉറപ്പായി, 2025 ലീപ് ഇയർ അല്ല. ലീപ് ഇയർ അല്ലെങ്കിൽ പിന്നെ എന്തായി? സാധാരണ വർഷം. സാധാരണ വർഷമായല്ലോ. ഇത് സാധാരണ വർഷമാണെങ്കിൽ എന്തുവാ പറഞ്ഞ്? 2025 സാധാരണ വർഷത്തിലെ ജനുവരി 1 തിങ്കളാണ്. ജനുവരി 1 തിങ്കളാണെങ്കിൽ പിന്നെ ഡിസംബർ 31 ചോദിച്ച ഒന്ന് പറഞ്ഞേ. സാധാരണ വർഷത്തിലെ ഏതൊക്കെ തുല്യം? ജനുവരി 1 ഡിസംബർ 31. സോ ജനുവരി 1 തിങ്കളാഴ്ച ആയതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പറയും ഡിസംബർ 31 എന്ത് തന്നെയായിരിക്കും? തിങ്കൾ. ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കളാണെങ്കിൽ ഞാൻ ഒരു ചോദ്യോടെ ചോദിക്കുക. 2016 ജനുവരി 1 എന്ന് പറഞ്ഞ വ്യാഴാഴ്ചയാണെങ്കിൽ ചോദ്യം ഇതാണ്, 2016 ഡിസംബർ മാസം 31 എന്ന് പറഞ്ഞ ഏത് ദിവസമാണ്? പറഞ്ഞേ. ചോദ്യം എന്താ? 2016 ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ 2016 ഡിസംബർ 31 ഞാൻ ചോദിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞു തരും 2016 എന്ന് പറഞ്ഞാൽ അതൊരു ലീപ് ഇയർ ആണ്. കാരണം അവസാനത്തെ രണ്ടക്കം 16 ആണ്. അവസാനത്തെ രണ്ടക്കം 16 എന്ന് പറഞ്ഞാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്ലിയർ? ഓക്കെ. സോ 2016 ലീപ് ഇയർ ആണെന്ന് മനസ്സിലായി. അപ്പോഴേ ആലോചിക്കും ലീപ് ഇയർ ആണോ അതിവർഷമാണോ? ലീപ് ഇയർ ആണ്. ഏതൊക്കെ തുല്യം? ജനുവരി 1 തുല്യം ഡിസംബർ 30 ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പറയും ജനുവരി 1 തുല്യം ഡിസംബർ 30 ആണെങ്കിൽ ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ ഡിസംബർ 30 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? വ്യാഴാഴ്ച. അങ്ങനല്ലേ പറയൂ? ജനുവരി 1 തുല്യം ലീപ് ഇയർ ആണെങ്കിൽ ജനുവരി 1 തുല്യം ഡിസംബർ 30 ആയതുകൊണ്ട് ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ ഡിസംബർ 30 വ്യാഴാഴ്ചയാണ്. സോ അവിടെ വെച്ച ആൻസർ ആയി ഡിസംബർ 30 വ്യാഴാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 എന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം, വ്യാഴം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പറയും. ക്ലിയർ ആണ്? എന്താ പറഞ്ഞേ? ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ ലീപ് ഇയർ ആയതുകൊണ്ട് ജനുവരി 1 തുല്യം ഡിസംബർ 30 ആണ്. അതുകൊണ്ട് ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ ഡിസംബർ 30 എന്ന് പറഞ്ഞ വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് പറയും ഡിസംബർ 31 എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച. ഓക്കെ ആണ്? ക്ലിയർ ആയേ? എന്താ ഇതിൽ നിന്നും ലാസ്റ്റ് ഒരു PSC എക്സാമിനകത്ത് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. ഞാൻ എഴുതുന്നൊന്നുമില്ല, ഞാൻ അങ്ങ് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. എന്റെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ വർഷം നടത്തിയ ഡിഗ്രി പ്രിലിംസിന്റെ, അതായത് LSTSന്റെയും എസ്എയുടെ എക്സാമിന്റെ 2024 നടന്ന LSTSന്റെ എസ്എയുടെ എക്സാമിന്റെ പ്രിലിംസിന്റെ എക്സാമിനകത്തെ ആദ്യത്തെ ടയർ 1നകത്തെ ആദ്യത്തെ സ്റ്റേജിൽ എക്സാമിനകത്തെ കലണ്ടറിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു അതിവർഷം ഒഴികെയുള്ള വർഷത്തിലെ ജനുവരി 1 തിങ്കളാഴ്ചയായാൽ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ചോദ്യം മനസ്സിലായോ? ഞാനൊന്നും എഴുതുന്നില്ല, ചുമ്മാ ചോദിക്കുക. ചോദ്യം ഇതാ: ഒരു അതിവർഷം ഒഴികെയുള്ള വർഷത്തിലെ ജനുവരി 1 തിങ്കളാഴ്ചയായാൽ ഡിസംബർ 31 ഏത് ദിവസം? നിങ്ങളത് എങ്ങനെ ചെയ്യും? ഒന്ന് പറഞ്ഞ. നിങ്ങൾ എങ്ങനെ ആലോചിക്കുന്നേ?
ഒരു അതിവർഷം ഒഴികെയുള്ള വർഷം. പറ, എങ്ങനെ ആലോചിക്കും? അതിവർഷം ഒഴികെയുള്ള വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? അതിവർഷം ഒഴികെ എന്ന് പറഞ്ഞാൽ അതെന്തുവാ? സാധാരണ വർഷം. ഓക്കെയാണ്. അതിന് ആദ്യത്തെ പോയിന്റ് ഓക്കെ. അതിവർഷം ഒഴികെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് സാധാരണ വർഷം. വേറെ ചോദ്യം എന്താ? അതിവർഷം ഒഴികെയുള്ള വർഷം എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വർഷമായി എന്ന് വെച്ചാൽ ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 തിങ്കളാഴ്ചയായാൽ ഡിസംബർ 31 ഏത് ദിവസം എന്നാ ചോദിച്ചേ? ഓക്കെയാണേ. ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 തിങ്കളാഴ്ചയായാൽ ഡിസംബർ 31 ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കളാഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് പറയും? സാധാരണ വർഷത്തിലെ ജനുവരി 1 ഡിസംബർ 31 തുല്യമായതുകൊണ്ട് പറയും. ഓക്കെയാണ്. ഇത്രയുള്ള നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. ക്ലിയർ ആയേ? എന്നാൽ അങ്ങനെ കണക്കുകൾ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. അത് പഠിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റെഡിയാണേ? ഉറപ്പിക്കാം. എന്ന് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്ക് ആദ്യം പഠിച്ചു വെക്കേണ്ട അടുത്ത പോയിന്റ് ഇതാണ്, ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഈ പോയിന്റൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് നോക്കിയേ, എന്താണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്? ഇതാണ്, നാണൂറിന്റെ ഗുണിതങ്ങളിലെ അവസാന ദിവസം എപ്പോഴും ഞായറാഴ്ചയായിരിക്കും. ഒന്ന് പഠിച്ചേ, ഒന്ന് പറഞ്ഞേ. എന്താ? നാണൂറിന്റെ ഗുണിതങ്ങളിലെ അവസാന ദിവസം എല്ലായ്പ്പോഴും ഞായറാഴ്ചയാണ്. ഓക്കെയാണ്? എന്താന്ന് പറഞ്ഞ്? നാണൂറിന്റെ ഗുണിതങ്ങളിലെ അവസാന ദിവസം എപ്പോഴും ഞായറാഴ്ചയായിരിക്കും. നാണൂറിന്റെ ഗുണിതങ്ങളിലെ എന്നാ ഞാൻ എക്സാമ്പിൾ ചോദിക്കാം. നാണൂറിന്റെ ഗുണിതം 2000 എന്ന് പറഞ്ഞാൽ നാണൂറിന്റെ ഗുണിതമാണോ? 400 കൂട്ടി ആലോചിച്ച് നോക്കിയേ. 400, 800, 1200, 1600, 2000 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2000 അവസാന ദിവസം 2000 ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ ഏത് ദിവസമായിരിക്കും? ഞായറാഴ്ചയായിരിക്കും. ഓക്കെയാണ്? ക്ലിയർ? എന്ന് ഒന്നുകൂടെ പറയും. 1600 എന്ന് പറഞ്ഞ ഒരു 400ന്റെ ഗുണിതമാ. അതുകൊണ്ട് പറയും 1600 അവസാന ദിവസം 1600 ഡിസംബർ 31 എന്ത് തന്നെയായിരിക്കും? ഞായറാഴ്ചയായിരിക്കും. മനസ്സിലായോ? ഇതൊക്കെയായോ? ഇത് ക്ലിയർ ആയി. നമ്മുടെ അവസാനത്തെ പോയിന്റും പഠിച്ചു. എന്താ പഠിച്ചേ? നാണൂറിന്റെ ഗുണിതങ്ങളിലെ അവസാന ദിവസം എപ്പോഴും ഞായറാഴ്ച. അത് കലണ്ടറിനകത്തെ ഒരു ഫാക്റ്റ് ആണ്. അത് പഠിച്ചു വെക്കണം, പഠിച്ചുറപ്പിച്ചു വെക്കണം. നാണൂറിന്റെ ഗുണിതങ്ങളിലെ അവസാന ദിവസം ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ പറയും 2000-ലെയും 1600-ലെയും ഇനി പറയാൻ പോകുന്ന 2400-ലെയും 2800-ലെയും 3200-ലെയൊക്കെ ഇതൊക്കെ നാണൂറിന്റെ ഗുണിതമായതുകൊണ്ട് ഇവിടുത്തെയൊക്കെ അവസാന ദിവസം എന്ത് തന്നെയായിരിക്കും? ഞായറാഴ്ചയായിരിക്കും. ഉറപ്പിക്കാമല്ലോ? ഈ 4 പോയിന്റ് കൂടെ ഒന്ന് വായിക്കണം. ഈ 4 പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് വായിച്ച് പഠിച്ച കലണ്ടർ ക്ലിയർ ആയി. ഇനി നമ്മൾ കലണ്ടറിന്റെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു.